പോട്ട ഫെഡറൽ ബാങ്കിൻ്റെ ശാഖയിലാണ് ഈ സംഭവം നടന്നിരിക്കുന്നത്. ഫെഡറൽ ബാങ്കിൻ്റെ ശാഖയിൽ ഉച്ചയ്ക്ക് ഉദ്യോഗസ്ഥരെല്ലാവരും തന്നെ ഭക്ഷണം കഴിക്കാനായി പോയ സമയത്തായിരുന്നു ഒരാൾ പട്ടാപ്പകൽ ബാങ്കിനകത്തേക്ക് കത്തിയുമായി ഒരാൾ വരുന്നു. ആ കത്തിയുമായി വരുന്ന ആൾ എവിടെയാണ് ക്യാഷ് ഇരിക്കുന്നതെന്ന് അവിടെ ഉണ്ടായിരുന്ന ഒരു ജീവനക്കാരനോട് ചോദിക്കുന്നു. ആ ഒരു സമയത്ത് മാനേജർ പുറത്തേക്ക് വരുന്നു. പക്ഷേ മാനേജർക്കും ഈ ആയുധവുമായി നിൽക്കുന്ന ആളെ നേരിടാനായി കഴിയാത്തൊരു സ്ഥിതിയാണ് ഉണ്ടായിരുന്നത്. ലഞ്ച് ടൈമിൽ ആ സമയത്താണ് കൗണ്ടറിലൊന്നും ആരും ഉണ്ടായിരുന്നില്ല, കസ്റ്റമേഴ്സും ഉണ്ടായില്ല, നമ്മൾ മാത്രമേ ഉണ്ടായുള്ളൂ. ആ സമയത്താണ് അയാൾ വന്നത്. അയാളൊന്ന് കത്തിയായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം ക്യാഷ്യർ കൊടുക്കാൻ വേണ്ടി പറഞ്ഞു. പക്ഷെ നമ്മൾ ക്യാഷ്യറൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല. പിന്നെ നമ്മളകത്ത് കയറി വാതിലടച്ചു. പിന്നെ അയാൾ ഇത് വന്നിട്ട് ക്യാഷ് ക്യാബിൻ പൊട്ടിച്ചിട്ട് പൈസ എടുത്ത് പോയതായിട്ടാണ് നമുക്കിപ്പോൾ ഉള്ളത്. പിന്നെ പോലീസുകാർ വാഷ്റൂമിനകത്ത് ബന്ദിയാക്കിയ ശേഷമാണ് ഈ കസാര ഉപയോഗിച്ച് അതിൻ്റെ ലോക്കിൽ ഇടയിലേക്ക് തിരികെ വെച്ചാണ് അത്തരത്തിൽ ആളുകളെ എല്ലാം തന്നെ അതിനുള്ളിലാക്കി ബന്ദിയാക്കിയത്. നിങ്ങളുണ്ടായിരുന്നു അവിടെ? എന്താ സംഭവിച്ചത്? എന്തായിരുന്നു? ഒരു പുള്ളിക്കാരൻ കത്തി കൊണ്ടുവന്നു. കഴിഞ്ഞിട്ട് ഞങ്ങൾ അകത്ത് കയറി ക്യാഷിൻ്റെ കീ ചോദിച്ചു. കഴിഞ്ഞിട്ട് പുള്ളി ഞങ്ങൾ അകത്ത് കൂട്ടി കഴിഞ്ഞിട്ട് കൗണ്ടർ തല്ലി പൊളിച്ച് ക്യാഷ് എടുത്തുകൊണ്ട് പോകാറുണ്ട്. ഒരാൾ ഒറ്റയ്ക്കുണ്ടായിരുന്നു? ഒറ്റയ്ക്കുണ്ടായിരുന്നു. മുഖം മൂടിയൊക്കെ ധരിച്ച ഹെൽമെറ്റും മുഖം മലയാളിയാണോ അതോ ഹിന്ദിയാന്ന് തോന്നണേ? അതാണ് സംഭവിച്ചത്. അതായത് ഇതാണ് ക്യാഷ് കൗണ്ടർ. ഈ ക്യാഷ് കൗണ്ടറിന്റെ ചില്ല് ഇവിടെ തകർന്ന് കിടക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. എന്തായാലും നിലവിൽ റൂറൽ എസ് പിയുടെ നേതൃത്വത്തിലുള്ള സംഘം ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. ഫിംഗർ പ്രിന്റ് ബ്യൂറോ ഉണ്ട്, ഫോറൻസിക് സംഘമുണ്ട്. ഇവരെല്ലാവരും തന്നെ ഇവിടെ പരിശോധന നടത്തുകയാണ്. നമ്മൾ കറിക്കത്തിയായിട്ട് ഉപയോഗിക്കുന്ന ഒരു കത്തി, നൈഫ്, അത് പിയൂണിനെ കാണിച്ചിട്ട് നേരെ ക്യാഷ് കൗണ്ടറിലോട്ട് പോയി ആ ഗ്ലാസ് പൊട്ടിച്ച് അതിനകത്തുണ്ടായിരുന്ന ഈ 47 ലക്ഷം രൂപ നിരത്തി പല ബണ്ടിലായിട്ട് വെച്ചിരുന്ന 3 ബണ്ടിൽ 15 ലക്ഷത്തോളം രൂപ 3 ബണ്ടിലെടുത്ത് അയാളുടെ ബാഗിനകത്തോട്ട് വെച്ച് ഏതാണ്ടൊരു 2-3 മിനിറ്റ്സ് ആണ് അയാൾ ആകെ ബാങ്കിനകത്ത് ചെലവഴിച്ചത്. പ്രതിയെക്കുറിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ പോലീസിന് ലഭ്യമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് പ്രതിയെ പിടികൂടാൻ കഴിയുമെന്നൊരു ആത്മവിശ്വാസമാണ് പോലീസിനുള്ളത്. അതിൽ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് പ്രതി സഞ്ചരിച്ച വാഹനം തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ ആലുവ ദിശയിലേക്കാണ്, എറണാകുളം ഭാഗത്തേക്കാണ് ഈ പ്രതി പോയിരിക്കുന്നതെന്നാണ് ഒടുവിൽ പോലീസിന് ലഭ്യമായിരിക്കുന്ന വിവരം. എന്തായാലും അധികം വൈകാതെ തന്നെ പ്രതി വലയിലാകുമെന്നൊരു ആത്മവിശ്വാസമാണ് പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. സുജി പട്ടാമിക്കൊപ്പം MS ലിഷോയ്, മാതൃഭൂമി ന്യൂസ്, തൃശൂർ. ഇന്നുച്ചയ്ക്ക് ഈ സംഭവം നടന്നതിന് തൊട്ടു പിന്നാലെ അവിടെ എത്തിയ MS ലിഷോയ്, തൃശൂർ റിപ്പോർട്ടർ, അദ്ദേഹം തന്നെ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ലിഷോയ്, ഇപ്പോൾ പറയുന്നു ആലുവയിലേക്ക് പോയിട്ടുണ്ട് എന്നുള്ള വിവരം ലഭിച്ചിട്ടുണ്ടെന്നുള്ളത്. റൂറൽ SP യുടെ പ്രതികരണത്തിൽ നിന്ന് മനസ്സിലാകുന്നത് പ്രതിയെക്കുറിച്ച് കൃത്യമായ സൂചന ലഭിച്ചിട്ടുണ്ട് എന്നുള്ളത്. എന്താണ് ഏറ്റവും പുതിയ വിശദാംശങ്ങൾ? ഇയാൾ ഒറ്റയ്ക്ക് നടത്തിയ കൃത്യമെന്ന് ഇപ്പോഴും വിശ്വസിക്കാമോ? ഇയാൾ ഒറ്റയ്ക്ക് തന്നെയാണ് കൃത്യം നടത്തിയതെന്നുള്ള കാര്യത്തിൽ പോലീസ് ഒരു നിഗമനത്തിലേക്ക് എത്തിയിട്ടുണ്ട്. പക്ഷേ കൂടുതൽ ആരെങ്കിലും ഇയാൾക്ക് സഹായം നൽകിയിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഇനിയായിരിക്കും അന്വേഷണത്തിന്റെ പരിധിയിൽ വരിക എന്നാണ് പോലീസ് പറയുന്നത്. നിലവിൽ ഈ പ്രതിയെ സംബന്ധിച്ചിടത്തോളം CCTV ദൃശ്യങ്ങൾ ശേഖരിക്കുകയാണ്. അതായത് ഇയാൾ പോയ വഴിയിലുള്ള CCTV ദൃശ്യങ്ങൾ പ്രധാനമായും ഈ കൊടകര കൊരട്ടി ഭാഗത്ത് നിന്ന് നേരെ ഈ അങ്കമാലി ആലുവ ആ ഭാഗത്തേക്കാണ് പോയിരിക്കുന്നത്. അങ്കമാലി പെരുമ്പാവൂർ ഭാഗത്തേക്കാണ് പോയിരിക്കുന്നത് എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. ഇതിന്റെ CCTV ദൃശ്യങ്ങളൊക്കെ തന്നെ പോലീസിന് ലഭ്യമായിട്ടുണ്ട് എന്നാണ് ഉദ്യോഗസ്ഥരിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. 2 മാർഗങ്ങളിലൂടെ ഒരുപക്ഷെ ഇയാൾ ജില്ല വിടാൻ സാധ്യതയുണ്ടെന്നാണ് കണക്കാക്കുന്നത്. ഒന്ന്, ഈ അങ്കമാലിയിൽ നിന്നും ട്രെയിൻ മാർഗം ജില്ല വിടാനായുള്ള സാധ്യത പോലീസ് പരിശോധിക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ ഈ മറ്റേ വാഹനം മാറിക്കയറി, ബസ്സിലോ മറ്റോ മാറിക്കയറിയ ശേഷം പിന്നീട് രക്ഷപ്പെടാൻ. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ പ്രതിയുടെ മുഖം ആർക്കും പരിചയമല്ല, ആർക്കും വ്യക്തവുമല്ല, ഈ ഹെൽമെറ്റ് ഒക്കെ വെച്ചതിനാൽ തന്നെ. അതുകൊണ്ട് തന്നെ ഈ പ്രതിയെ മറ്റാരെങ്കിലും കണ്ടാൽ അറിയുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. അതുകൊണ്ട് തന്നെയാണ് ഇപ്പൊ പോലീസിനെ ഇത് ഏറ്റവും വലിയ പ്രതിസന്ധിയാക്കുന്നത്. കാരണം ആർക്കു വേണ്ടിയാണ് തിരച്ചിൽ നടത്തുന്നത് എന്നുള്ള ഒരു കൃത്യമായ ഒരു ധാരണ ഇല്ല. കാരണം പ്രതിയുടെ ഒരു രൂപം ഇതുവരേക്കും പോലീസിന് ലഭ്യമായിട്ടില്ല. അത് തന്നെയാണ് ഏറ്റവും വലിയ പ്രതിസന്ധിയും പോലീസിനെ സംബന്ധിച്ചിടത്തോളം. എന്തായാലും അതൊക്കെ മറികടന്നുകൊണ്ട് പ്രതിയെ പിടികൂടാൻ സാധിക്കുമെന്നുള്ള ഒരു ആത്മവിശ്വാസമാണ് പോലീസ് ഉദ്യോഗസ്ഥർ അല്പം മുമ്പും പ്രകടിപ്പിച്ചത്. ലിഷോയ്, ഈ ചാലക്കുടി ഈ സ്ഥലത്തു നിന്നും ഇയാൾ കൊരട്ടി വഴി പോയി എന്ന് പറയുന്നുണ്ടല്ലോ. അപ്പോൾ ആ സമയത്തെ CCTV ദൃശ്യങ്ങളിൽ ഇയാൾ സ്കൂട്ടറിൽ സഞ്ചരിക്കുന്ന ദൃശ്യങ്ങൾ തന്നെയാണോ?
തീർച്ചയായും ഇയാൾ സ്കൂട്ടറിൽ സഞ്ചരിക്കുന്ന ദൃശ്യം തന്നെയാണ്. പക്ഷേ അതേസമയം തന്നെ മറ്റൊരു പ്രശ്നമുള്ളത്, ഈ സ്കൂട്ടറിന്റെ നമ്പർ ഇതുവരേക്കും വ്യക്തമായി പോലീസിന് ലഭ്യമായിട്ടില്ല. അതുപോലെ തന്നെ ഇയാൾ സഞ്ചരിച്ച ആ ഒരു സ്കൂട്ടർ അത് ആരുടേതാണ്, മോഷ്ടിച്ചതാണോ അതോ ഇയാളുടെ തന്നെയാണോ എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളൊന്നും തന്നെ പോലീസിന് കൃത്യമായൊരു വ്യക്തത ഇതുവരേക്കും വന്നിട്ടില്ല. കൂടുതൽ ക്യാമറകൾ പരിശോധിച്ചു വരികയാണെന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത്. ഒരുപക്ഷെ അധികം വൈകാതെ തന്നെ അതിൽ ഒരു ധാരണയിലെത്തും, അല്ലെങ്കിൽ ഒരു തീരുമാനത്തിലേക്ക് എത്താനായി പോലീസിന് കഴിയും എന്ന് ആണ് കരുതുന്നത്. പക്ഷേ അതേസമയം തന്നെ കൂടുതൽ ഏതെങ്കിലും തരത്തിലുള്ള സഹായങ്ങൾ ഇയാൾക്ക് ലഭിച്ചിട്ടുണ്ടോ എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളും പോലീസ് പരിശോധിക്കുന്നുണ്ട്. കൂടാതെ ഈ പെരുമ്പാവൂർ മേഖലയിലേക്ക് എത്തി അവിടെ നിന്നും ഏതെങ്കിലും വാഹനങ്ങൾ മാറിക്കയറി പോയിട്ടുണ്ടോ എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ പോലീസ് പരിശോധിച്ചു വരികയാണ്. പക്ഷേ ഇതുവരേക്കും ഒരു കൃത്യമായ ഒരു സൂചനയിലേക്ക് എത്താനായി പോലീസിന് കഴിഞ്ഞിട്ടില്ല. അത് അധികം വൈകാതെ തന്നെ എത്താൻ കഴിയുമെന്നുള്ളതാണ് പോലീസ് ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നത്. ശരി, MS ലിഷോയാണ് വിശദാംശങ്ങൾ നൽകിയത്. കത്തികാട്ടി പട്ടാപ്പകൽ കവർന്നുകൊണ്ടുപോയത് 17 ലക്ഷത്തോളം രൂപയാണ്. പ്രതിയുടെ പിന്നാലെ തന്നെ പോലീസ് ഉണ്ട് എന്ന് പറയുമ്പോഴും ഹെൽമെറ്റ് ധരിച്ച് മുഖം കാണാത്ത വിധത്തിലാണ് അയാൾ അവിടെ എത്തിയത്. അതുകൊണ്ട് തന്നെ ഇരുചക്ര വാഹനത്തിലാണ് ഇയാൾ രക്ഷപ്പെട്ടതെന്ന് പറയുന്നു. പക്ഷേ ഇരുചക്ര വാഹനം ഉപയോഗിച്ച് എത്ര വേഗം എത്ര സ്ഥലത്ത് എത്താൻ പറ്റുമെന്നുള്ളതൊക്കെയാണ് ചോദ്യം. അപ്പോൾ പല CCTV ദൃശ്യങ്ങൾ കണ്ടെത്തുക, അതിൽ നിന്ന് നാളെ മനസ്സിലാകുക എന്നൊക്കെ പറയുന്നത് വളരെ ശ്രമകരമായ ജോലിയാണ്. കേരള പോലീസ് പ്രതിയുടെ പിന്നാലെ തന്നെയുണ്ടെന്നാണ് റൂറൽ SP വ്യക്തമാക്കുന്നത്.